ഹാസ്യ നടനായും സ്വഭാവ നടനായും മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത നടനാണ് മണിയംപിള്ള രാജു. 1981 പുറത്തിറങ്ങിയ മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ നിന്നാണ് സുധീർ കുമാർ പിന്നീട് മണിയംപിള്ള രാജുവായി മാറിയത്. വെള്ളാനകളുടെ നാട്, ഏയ് ഓട്ടോ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, അനന്തഭദ്രം, ഛോട്ടാ മുംബൈ ഉൾപ്പെടെയുള്ള നിരവധി മികച്ച ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയാണ് മണിയംപിള്ള രാജു. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബിഗ് ബി, രാജമാണിക്യം, അണ്ണൻ തമ്പി, കോബ്ര തുടങ്ങിയ ധാരാളം സിനിമകളിൽ മമ്മൂട്ടിക്കൊപ്പം താരം അഭിനയിച്ചിട്ടുണ്ട്. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മണിയംപിള്ള രാജു. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാറുകളുടെ മുറിയിലും ആ സ്ഥലത്തെ ദിവ്യന്മാരും പണക്കാരുമൊക്കെ ആവും. എന്നാൽ മമ്മൂട്ടി എന്ന ആളുടെ മുറിയിൽ അന്നും ഇന്നും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം പടങ്ങൾ ഇട്ടിട്ട് കാണുകയാവും. ആ മുറിയിൽ വാതിൽ തട്ടാതെ കയറാൻ പറ്റുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാനാണെങ്കിൽ മറ്റൊന്ന് കുഞ്ചനാണ്, മണിയംപിള്ള രാജു പറഞ്ഞു. മമ്മൂട്ടിയെ പോലെ അത്രയും ശുദ്ധനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് പറയുന്ന താരം മമ്മൂട്ടിയുടെ ചിന്ത അദ്ദേഹം മലയാളത്തിൻ്റെ വല്യേട്ടനാണെന്നും മറ്റുള്ളവരെ എല്ലാം അദ്ദേഹത്തിൻ്റെ അനിയന്മാരായാണ് കാണുന്നതെന്നും പറയുന്നുണ്ട്. ആ സ്വാതന്ത്ര്യവും സ്നേഹവും മമ്മൂട്ടിക്ക് എല്ലാവരോടും ഉണ്ടെന്നും താൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന ചിന്തയൊന്നും അദ്ദേഹത്തിനില്ലെന്നും താരം അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഇത്രയും ശുദ്ധനായ നല്ലൊരു മനുഷ്യൻ വേറെയില്ല. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹമാണ് മലയാളത്തിൻ്റെ വല്യേട്ടൻ എന്നാണ്. നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ അനിയന്മാരാണെന്നാണ്. ആ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും അദ്ദേഹത്തിന് എല്ലാവരോടുമുണ്ട്. അല്ലാതെ ഒന്നും അഭിനയിക്കില്ല. അതായത് ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന ചിന്തയൊന്നും അദ്ദേഹത്തിനില്ല, മണിയംപിള്ള രാജു പറയുന്നു.